എല്ലാവർക്കും നമസ്കാരം. ഇറ്റലിയിലെ ജോലി അന്വേഷിക്കുന്ന മലയാളികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. നിങ്ങൾ ഇറ്റലിയിൽ കെയർ ഗീവർ, വെയർഹൗസ് ജോബുകൾ, അതായത് മഗസിനേറിയായിട്ട്, അതല്ലെങ്കിൽ ഫാക്ടറി വർക്കേഴ്സ്, ക്ലീനിങ്, കിച്ചൺ ജോബ്, റെസ്റ്റോറൻറ്റ്, ഇനി ഇതൊന്നുമല്ല കൺസ്ട്രക്ഷൻ മേഖലകളിലൊക്കെ ആയിട്ട് ജോലി അന്വേഷിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുക. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും ഒരു ജോബ് വെബ്സൈറ്റിനെ കുറിച്ച് മാത്രമായിരിക്കില്ല. ജോബ് എങ്ങനെ സെർച്ച് ചെയ്യാം, എങ്ങനെ നല്ലൊരു CV തയ്യാറാക്കാം, എംപ്ലോയറിനെ എങ്ങനെ ഫോൺ ചെയ്യണം, വാട്സപ്പിൽ എന്ത് മെസ്സേജ് അയക്കണം, ഇനി ഇതുപോലെ തന്നെ ഇറ്റാലിയൻ ഒട്ടും അറിയാത്തവരാണെങ്കിൽ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കണം, ഇൻ്റർവ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ ചോദിക്കും, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹായ് ഓൾ, ഞാൻ അഖില ടിബിൻ. ഇറ്റലിയുടെ റിയൽ ഇൻഫർമേഷനും ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളെക്കുറിച്ചും ഒപ്പം ഇറ്റാലിയൻ ലാംഗ്വേജും അറിയുന്നതിനായിട്ട് മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഇറ്റലിയിൽ ജോലി കിട്ടുന്നതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇറ്റലിയിൽ ഓൾറെഡി ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റാറ്റസിലാണോ ഉള്ളതെന്ന്. കൃത്യമായി പറഞ്ഞാൽ നോൺ യൂറോപ്യൻ സിറ്റിസൺ ആണെങ്കിൽ വർക്ക് ഓതറൈസേഷൻ വളരെ പ്രധാനമാണ്. അതായത് നിങ്ങൾക്ക് പെർമിസോ ദി സൊജോർണോ അനുവദിക്കുമോ എന്ന് പരിശോധിക്കണം. ടൂറിസ്റ്റ് വിസയിലാണ് നിങ്ങൾ എത്തുന്നതെങ്കിൽ ജോബ് ചെയ്യാനുള്ള പെർമിസോ ആയിട്ട് അതിനെ കരുതരുത്. ഇറ്റലിയുടെ ഒഫീഷ്യൽ ഇമിഗ്രേഷൻ ഇൻഫർമേഷൻ പോർട്ടലിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇറ്റലിയിൽ ടൂറിസ്റ്റ് വിസയിൽ വരൂ, ഇവിടെ ജോലി റെഡിയാണ് എന്ന് പറഞ്ഞാൽ വളരെ കെയർഫുൾ ആയിരിക്കണം. നിങ്ങളുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ആദ്യം ക്ലിയർ ആക്കുക. ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ചാനലിലും ഇറ്റലി വിസിറ്റിംഗ് വിസയെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ജോബ് സെർച്ചിലേക്ക് വരാം. ഇപ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്താണുള്ളത്. ഇവിടെ ഞാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള കുറച്ച് വെബ്സൈറ്റുകൾ നൽകാം. അതിലാദ്യത്താണ് എവറസ്. ഇത് യൂറോപ്യൻ യൂണിയൻ്റെ തന്നെ ഒഫീഷ്യൽ എംപ്ലോയ്മെൻറ്റ് നെറ്റ്വർക്ക് തന്നെയാണ്. ഈ വെബ്സൈറ്റ് നിങ്ങൾ തുറക്കുക, അവിടെ ജോബ് സെർച്ച് ചെയ്യുക. കൺട്രി ആയിട്ട് ഇറ്റലി തന്നെ തിരഞ്ഞെടുക്കുക. ശേഷം നിങ്ങളുടെ പ്രൊഫഷൻ സെർച്ച് ചെയ്യുക. ഉദാഹരണത്തിന് കെയർ ഗീവർ, വെയർഹൗസ്, ലോജിസ്റ്റിക്, ക്ലീനർ, ഹോട്ടൽ വർക്കർ, കിച്ചൺ വർക്കർ, ഇങ്ങനെ തുടങ്ങിയ കീവേഡുകൾ നിങ്ങൾക്കിവിടെ ഉപയോഗിക്കാം. ഇനി ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് ജോബ് സെർച്ച് മാത്രമല്ല CV പ്രിപ്പറേഷൻ ചെയ്യാം, കരിയർ ഗൈഡൻസ്, അഡ്വൈസ് തുടങ്ങിയ എല്ലാ സർവീസുകളും ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇനി അടുത്തതാണ് ക്ലിക്ക് ലവോറോ. ഇത് ഇറ്റലി മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ പോർട്ടലാണ്. ഇവിടെ നിങ്ങൾക്ക് ഇറ്റലിയിലെ വിവിധ മേഖലകളിലെ മുഴുവൻ ജോബ് വേക്കൻസിയും കാണാനായിട്ട് സാധിക്കും. സെർച്ച് ചെയ്യുമ്പോൾ ഇറ്റാലിയൻ വേർഡ്സ് ഉപയോഗിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഉദാഹരണത്തിന് വെയർഹൗസ് ആണെങ്കിൽ മഗസിനിയേറെ, അതുപോലെ ഫാക്ടറി വർക്കർ ആണെങ്കിൽ ഒപ്പറായോ, കിച്ചൺ വർക്കർ ആണെങ്കിൽ അയൂത്തോ, കോക്കോ, ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അവർ നോട്ട് ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് കീവേഡുകൾ ഞാൻ വീഡിയോയുടെ എൻഡിങ്ങിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്യുക. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്, എംപ്ലോയ്മെൻറ്റ് ഏജൻസീസ്. ഇറ്റലിയിലെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി വഴി വളരെയധികം ജോബുകൾ ലഭ്യമാണ്. ഉദാഹരണം ജി ഗ്രൂപ്പ്, മാൻ പവർ, ഇവയുടെയൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. പിന്നീട് CV അപ്ലോഡ് ചെയ്യുക, ലൊക്കേഷൻ സെലക്ട് ചെയ്യുക, ജോബ് അലർട്ട് ആക്റ്റീവ് ചെയ്യുക. ഇനിയൊരു ഉദാഹരണം നമുക്ക് നോക്കാം. വെയർഹൗസിൽ മഗസിനേറി എന്ന് സെർച്ച് ചെയ്യുക. ഇനി നിങ്ങൾ ഗൂഗിളിൽ അല്ലെങ്കിൽ ജോബ് പോർട്ടലിൽ മഗസിനേറെ പ്രാത്തോ, അതല്ലെങ്കിൽ മഗസിനേറെ ഫിറൻസെ, മഗസിനേറെ മിലാനോ, അല്ലെങ്കിൽ മഗസിനേറെ ബൊളോഞ്ഞ എന്നൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഒരു വേക്കൻസി തുറന്നാൽ ആദ്യം നിങ്ങൾ സാലറി മാത്രമായിട്ട് നോക്കരുത്. അവിടെ നിങ്ങൾ നോക്കേണ്ടത് ലോഗോ ദി ലവോറോ, കൊൺട്രാത്തോ, നിങ്ങളുടെ കോൺട്രാക്റ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഒറാരിയോ, വർക്കിംഗ് അവേഴ്സ്, എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ടൂർണി, നിങ്ങളുടെ ഷിഫ്റ്റുകൾ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം അതിന് അപ്ലൈ ചെയ്യാൻ. ഇനി അടുത്തത് വരുന്നതാണ് കെയർ ഗീവർ ജോബുകൾ.
ഇവിടെ പല മലയാളികൾക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയും ഇത് തന്നെയായിരിക്കും. ഇറ്റലിയിലെ കെയർ ഗീവർ ടൈപ്പ് ഡൊമസ്റ്റിക് എൽഡർലി അസിസ്റ്റൻറ്റ് ജോബ് സെർച്ചിലാണ് വരുന്നത്. ബദാന്തെ എന്ന കീവേഡ് വളരെ പ്രധാനമാണ്. കൂടാതെ അസിസ്റ്റൻസ് ഫമിലിയാരെ എന്ന കീവേഡും ഉപയോഗിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഡേ ടൈം, നൈറ്റ് ടൈം, പാർട്ട് ടൈം, ഫുൾ ടൈം ഇങ്ങനെയുള്ള ജോബ് കോൺട്രാക്റ്റുകളാണ് വരുന്നത്. സൂബിത്ത പോലുള്ള ക്ലാസിഫൈഡ്സിലും ബദാന്തയ്ക്കുള്ള വേക്കൻസികൾ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. ഇനി ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ സാലറി, കോൺട്രാക്റ്റ്, വർക്കിംഗ് അവേഴ്സ്, നിങ്ങളുടെ റെസ്റ്റ് ഡേയ്സ് എന്നിവയെല്ലാം ഉറപ്പാക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജോബ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ജോബ് സ്കാമുകൾ എങ്ങനെ കണ്ടെത്താമെന്നുള്ള കാര്യം കൂടി ഒന്ന് നോക്കാം. ഇപ്പോൾ ഒരാൾ നിങ്ങളോട് പറയുകയാണ് ജോബ് 100% ഉറപ്പാണ്, വിസ 100% ഉറപ്പാണ്. അപ്പോൾ അതിനാദ്യമായിട്ട് നിങ്ങളൊരു 20,000 രൂപ അയക്കണം, പാസ്പോർട്ട് അയക്കണം, കോൺട്രാക്റ്റ് പിന്നീട് തരാം, ഇൻ്റർവ്യൂ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ ജോബ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. ആദ്യം തിരിച്ചറിയുക ഇങ്ങനെയുള്ളതൊക്കെ തട്ടിപ്പുകളാണെന്നുള്ളത്. ഇവിടെ നിങ്ങൾ കമ്പനിയുടെ നെയിം എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് തിരിച്ചറിയുക. ഓഫീസിൻ്റെ അഡ്രസ്സ് കൃത്യമാണോ എന്നുള്ളത്, ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെയാണോ എന്നുള്ളതും, അതുപോലെ തന്നെ കോൺട്രാക്റ്റ് ഉണ്ടോ, സാലറി എത്രയാണ്, വർക്കിംഗ് അവേഴ്സ് നിങ്ങൾക്കുണ്ടോ, അക്കോമഡേഷൻ അവർ നിങ്ങൾക്ക് നൽകുമോ എന്നുള്ള കാര്യവും, അതുപോലെ തന്നെ ഈ ഒരു വർക്ക് പെർമിറ്റ് അവർ നൽകുന്നത് ഏത് പ്രോസസ്സിലാണെന്നുള്ള കാര്യം നോക്കുക. ശേഷം ഇതൊക്കെ കൃത്യമാണെങ്കിൽ മാത്രം ക്യാഷ് കൊടുക്കുക. അപ്പോൾ ഈ ജോബ് സ്കാമുകളെ കുറിച്ച് തന്നെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോയുടെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ, ഇല്ലെങ്കിൽ ഇനി അത് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് കൂടി ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. ഇനി നിങ്ങളുടെ CV തയ്യാറാക്കുന്നത് അത് സിമ്പിളായിട്ട് സാധാ മോഡലിൽ തയ്യാറാക്കിയാൽ മതി. നെയിം, നിങ്ങളുടെ ഫോൺ നമ്പർ, ഇമെയിൽ ID, ലൊക്കേഷന്, വർക്ക് എക്സ്പീരിയൻസ്, നിങ്ങളുടെ സ്കിൽസ്, ലാംഗ്വേജ്, പിന്നെ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ കാണിക്കാം. റെഫറൻസ് ഉണ്ടെങ്കിൽ അവ കൂടി ചേർക്കുക. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുന്ന ഒരു സിമ്പിൾ CV മാത്രം മതി നിങ്ങൾക്ക്. ഇനി നമുക്ക് എംപ്ലോയറിനോട് എങ്ങനെ സംസാരിക്കാമെന്ന് കൂടി നോക്കാം. ബുongiorno, chiamo per l'offerta di lavoro. ഗുഡ് മോർണിംഗ്. നിങ്ങൾ നൽകിയ ജോലി ഒഴിവിനെ കുറിച്ച് അറിയാനാണ് ഞാനിപ്പോൾ വിളിക്കുന്നത്. ഇനി നമുക്കിത് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ബുongiorno, chiamo per l'offerta di lavoro. അപ്പോൾ നിങ്ങളോട് എംപ്ലോയർ ചോദിക്കുന്നു come si chiama, നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് മിയ. Mi chiamo Mia. ഇവിടെ ഇതുപോലെ തന്നെ നിങ്ങളുടെ പേര് ചേർത്ത് ഇത് പറഞ്ഞു നോക്കുക. ഇനി അടുത്ത് വരുന്ന ചോദ്യമാണ് da dove viene, നിങ്ങൾ എവിടെ നിന്നാണ്? ഒന്നുകൂടി പറഞ്ഞു നോക്കാം. da dove viene. ഇതിനുള്ള ഉത്തരം sono indiano e vivo in Italia എന്ന് നിങ്ങൾക്ക് നൽകാം. അതായത് ഞാൻ ഇന്ത്യനാണ്, ഇറ്റലിയിൽ താമസിക്കുന്നു. ഇതൊന്നുകൂടി പറഞ്ഞു നോക്കാം. sono indiano e vivo in Italia. ഇനി അടുത്തത് ആ എക്സ്പീരിയൻസാ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്കിങ്ങനെ പറയാം സി ഓ എക്സ്പീരിയൻസ് come badante. അതെ, എനിക്ക് കെയർ ഗീവർ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതൊന്നുകൂടി പറഞ്ഞു നോക്കാം. സി ഓ എക്സ്പീരിയൻസ് come badante. ഇനി ഇതേ സമയം വെയർഹൗസിലാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സി ഓ എക്സ്പീരിയൻസ് come magazziniere എന്ന് നിങ്ങൾക്ക് പറയാം. ഒന്നുകൂടി പറഞ്ഞു നോക്കാം. സി ഓ എക്സ്പീരിയൻസ് come magazziniere. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവർ ചോദിക്കുകയാണ് da quanto tempo lavora come badante. അതായത് നിങ്ങൾ എത്ര കാലമായിട്ട് കെയർ ഗീവറായിട്ട് ജോലി ചെയ്യുന്നു? ഓ 3 anni di experienza. എനിക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി അടുത്തത് quando può iniziare, എപ്പോൾ ജോലി തുടങ്ങാം? അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് posso iniziare subito, ഉടൻ തുടങ്ങാമെന്ന് പറയാം. ഇനി ഞാനിവിടെ നൽകുന്നത് കെയർ ഗീവറൊക്കെ ആയിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് കുറച്ച് സിമ്പിളായിട്ടുള്ള, ഒപ്പം അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇറ്റാലിയൻ വേർഡുകളാണ്. ഇത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അൻസിയാനോ, വയോധികൻ.
കാസ വീട്, കാമര മുറി, പുളീരെ വൃത്തിയാക്കുക, അയുതാരെ സഹായിക്കുക, കരസീന വീൽ ചെയർ, ലവാരെ കഴുകുക, ഫമീലിയ കുടുംബം. ഇത്രയുമൊക്കെയാണ് കെയർ ഗീവർ ജോലിയിൽ പ്രധാനമായിട്ട് വരുന്നത്. കൂടുതലായിട്ടുള്ള സെൻറ്റൻസുകളും വാക്കുകളും നമ്മൾ മുൻപുള്ള ലാംഗ്വേജ് ക്ലാസ്സുകളിൽ നൽകിയിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കൂടി ഒന്ന് വിശദമായിട്ട് നിങ്ങൾ കണ്ടു നോക്കുക. ഇനി നമുക്ക് വെയർഹൗസ് ജോബിൽ നോക്കാം. മഗസീനോ വെയർഹൗസ്, മഗസീനിയറെ വെയർഹൗസ് വർക്കർ, സ്കാത്തോള ബോക്സ്, മേർച്ചെ ഗുഡ്സ്, കാരിക്കോ ലോഡിംഗ്, തൂർണോ ഷിഫ്റ്റ്, ഒർദീനെ ഓർഡർ, മത്തീന രാവിലെ, പൊമരീജോ ഉച്ച കഴിഞ്ഞ്, നോത്തെ നൈറ്റ്, സ്ട്രാordinario ഓവർ ടൈം, കൊന്ത്രാത്തോ കോൺട്രാക്റ്റ്. അപ്പോൾ ഈ വേർഡുകളൊക്കെ മറന്നു പോവാതെ കൃത്യമായി തന്നെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനിയും ഈ മേഖലകളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് കൂടുതൽ ലാംഗ്വേജ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാവുന്ന കൂടുതൽ കീവേഡുകൾ ഇവയെല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ നൽകുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ വേണ്ടവർ പാർട്ട് 2 എന്നുകൂടി ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി. ഗ്രാസിയെ, അരിവതർച്ചി.